മുമ്പൊക്കെ അവിൽ മിൽക്ക് എന്ന് പറയുമ്പം സാധാരണക്കാരിങ്ങനെ വിശപ്പും ദാഹമൊക്കെ വരുന്ന സമയത്ത് അവിലും പഴമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധാരണ ഡ്രിങ്ക് ആയിരുന്നു അല്ലേ. പക്ഷേ ഇപ്പം അവിൽ മിൽക്കിൻ്റെ ഒരുപാട് വെറൈറ്റീസും അതിനായിട്ട് പ്രത്യേകം ഷോപ്പൊക്കെ തുടങ്ങിയപ്പം ഭയങ്കര ഇത്തിരി ഒരു ഇമ്മിണി വലിയൊരാളെന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ ഇത്തിരി ഒരു വലിപ്പമൊക്കെ കൂടിയിട്ടുണ്ടല്ലേ അവിൽ മിൽക്കിന്. അപ്പം ഇത് പല വെറൈറ്റീസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കുന്നതേ ഇതുപോലെ വലിയൊരു ടൈപ്പ് കേമൻ അവിൽ മിൽക്കൊന്നുമല്ല, നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അവിൽ മിൽക്കാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആ ബൗളിലേക്ക് ഞാൻ ചെറിയ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 ഗ്ലാസ്സിനേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പഴം ഫോർക്കോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മളിതൊരു പാനിലേക്ക് കുറച്ച് നിലക്കടല ഇട്ടിട്ടൊന്നിങ്ങനെ വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പച്ച നിലക്കടല ആയതുകൊണ്ടാണ് നമ്മൾ വറുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നേരെ അതെടുത്താലും മതി. അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ കളർ മാറുന്ന സമയത്ത് നമ്മൾ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് അവിലാണ് ഇട്ട് കൊടുത്തത്. ഈ അവിൽ മിൽക്കിലേക്കുള്ള അവിലും പഴം എടുക്കുന്നതിനൊക്കെ ഒരുപാട് ഷർത്തും ഫറലൊക്കെ ഉണ്ട് കേട്ടോ. ചില പഴം പ്രത്യേകം പഴമാണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ അവിലാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള അവിലൊന്നുമല്ല, ശരിക്കും ഇങ്ങനെ പൊരിച്ച ഒരു പൊങ്ങി അവിലില്ല, അതൊക്കെയാണ് കേട്ടോ എടുക്കുക. അപ്പം നമ്മൾ പക്ഷേ നമ്മളെ കയ്യിലുള്ള ഏത് പഴമാണോ അതും അവിലൊക്കെ എടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം നമ്മളിനി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലയുടെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറച്ച് നല്ല തണുത്ത പാലാണ് എടുത്തത്. അപ്പോൾ കട്ട പാലുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ തണുത്ത പാലിലേക്ക് ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വലിയൊരു ഗ്ലാസ്സിലേക്ക് ആദ്യം ഞാൻ കുറച്ച് പഴം ഉടച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് അവിൽ, പിന്നെ കടല ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും നമ്മളിത് അതുപോലെ തന്നെ പഴം, അവിൽ, കടല ഇങ്ങനെ നമ്മൾ 2 ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തണുത്ത പാലിട്ടോ, പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള പാലില്ലേ, അപ്പോൾ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ പഴം, അവിൽ, കടല ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് ആ വലുപ്പത്തിനനുസരിച്ച് നമ്മളിതുപോലെ ലെയറാക്കിയിട്ടൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഇതാ ഞാൻ കുറച്ച് പാലും അതിൻ്റെ മേലെ ഇത്തിരി അവിലും കടലയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്നിങ്ങനെ ആ ഒരു ഗ്ലാസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അവിൽ മിൽക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതാ കുറച്ച് നീളത്തിലുള്ളൊരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ. വിശപ്പും ദാഹമൊക്കെ ഒരുപോലെ കിടന്നൊരു സംഭവമാണ് അവിൽ മിൽക്ക്. നല്ല ന്യൂട്രീഷ്യസ് ആണ്, കാരണം പഴവും നട്ട്സും അവിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ നമുക്കത് നല്ലതായിട്ട് വയറൊക്കെ ഫില്ല് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.